ഹലോ, അപ്പോൾ ഇന്ന് വിദ്യാരംഭമല്ലേ. അപ്പോൾ മക്കൾ രണ്ടുപേരും എണിച്ച് കുളിച്ചൊക്കെ റെഡിയായി ഇതാ ബുക്ക് വായിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബുക്കൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിലും കൂടി പോണേ. വീട്ടിൽ പൂജയ്ക്ക് വെച്ച ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞ് നേരെ ശിവക്ഷേത്രത്തിലെത്തി കേട്ടോ. തൊഴുതൊക്കെ കഴിഞ്ഞ് ഇവിടെ പൂജയ്ക്ക് ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ച് ഇവിടെ നിന്ന് നേരെ ഇരുന്ന് കുറച്ച് വായിച്ചിട്ട് പോകാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കുറച്ച് വായിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് കുനിശ്ശേരി ആറാട്ടം. അപ്പോൾ ഇന്ന് കുനിശ്ശേരി ആറാട്ടം ഇവിടെയാണ്. അപ്പം എല്ലാവരും കൂടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ട്. കളിപ്പാട്ടൊക്കെ കണ്ടപ്പോൾ കുറുമ്പ് ഇപ്പം തന്നെ കളിപ്പാട്ടത്തിന് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ നല്ല ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ ചോദിച്ചപ്പോൾ അത് അന്നദാനത്തിന് ക്യൂ ആണ്. അപ്പം നേരെ തൊഴുതാൻ വേണ്ടി കയറി കേട്ടോ. അങ്ങനെ തൊഴുതിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണെ പോലെ ഒരു കുഞ്ഞുവാവ് അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണ അവരെ ഇങ്ങനെ കൈകൊണ്ട് നോണ്ടി വിളിക്കായിരുന്നു. ചോദിച്ചപ്പം അവർക്ക് 2 കുറുമ്പന്മാരുണ്ട്. കുറുമ്പന്മാർക്കുള്ളൊരു കുഞ്ഞിപ്പെങ്ങളാണ് ആയിരിക്കുന്നത് കേട്ടോ. തെച്ചുകുറുമ്പനെയും വസുകുറുമ്പനെ പോലെ തന്നെയാണ് ആ കുറുമ്പന്മാരെന്നാണ് പറഞ്ഞേട്ടോ. അത് കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണ അവിടെ നിന്ന് വീണ്ടും തൊഴുതിട്ട് വരാമെന്ന് തോന്നില്ല ഗേസ്. അങ്ങനെ ഒരേ തൊഴുതൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛൻ്റെ കൈ പിടിച്ച് അവിടെ നേരെ പോകാമെന്ന് പറഞ്ഞു. നല്ല മഴയുണ്ടായിരുന്നു. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകാം, അമ്മ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയിട്ടോ. കുറുമ്പൻ ഇപ്പം തന്നെ ഐസ്ക്രീം വേണം അത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേസ്. അങ്ങനെ അവരവിടെ എത്തി ഐസ്ക്രീമൊക്കെ മേടിച്ചു. പിന്നെ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ മുഖ്യമാണല്ലോ. അപ്പോൾ എല്ലാവരും അവർ ഐസ്ക്രീം കുഞ്ഞിപ്പെണ്ണും കൊടുത്തൊരു ഐസ്ക്രീം. അച്ഛൻ പറഞ്ഞു തന്ന കുഞ്ഞിപ്പെണ്ണ് കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിയും കൊണ്ട് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ഏതാ വാങ്ങുന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. കുറുമ്പൻ പിന്നെ ഓരോന്നിലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുറുമ്പൻ അത് വേണമെന്നൊക്കെ പറഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് എന്തായാലും ഒരു ഫോൺ മേടിച്ചു കേട്ടോ. അപ്പോൾ പാപ്പേനെ വിളിക്കാൻ ഫോണായല്ലോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പൊരിയും മേടിച്ചു. പൊരി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൊരി ഇവിടെ നിന്ന് തിന്നിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ. നമ്മൾ ഉത്സവം കഴിഞ്ഞൊക്കെ പോകുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കഴിച്ചിട്ടൊക്കെ പോകുമ്പോൾ നല്ലൊരു രസമാണ്, നല്ലൊരു മെമ്മറിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരത്തെ അമ്മ വീട്ടിലെത്തി കേട്ടോ. അമ്മ വീട്ടിലെത്തിയുള്ള വീഡിയോ ഇത് അടുത്തതായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഉത്സവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ എവിടെ ഉത്സവം ഉണ്ടെങ്കിൽ എനിക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ആനയും എഴുന്നള്ളത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറുമ്പന്മാരെയൊക്കെ കൊണ്ട് ഞാൻ പോകാറുണ്ട്. കുഞ്ഞിപ്പെണ്ണ് വന്ന ശേഷമാണ് അങ്ങനെ ഉത്സവങ്ങൾക്കൊന്നും അങ്ങനെ പോകാനുള്ളൊരു സമയം കിട്ടാത്തത് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും കൂടി ഓരോ ഉത്സവങ്ങൾക്കൊക്കെ പോകണം. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഉത്സവങ്ങളും ഇതുപോലെ ആറാട്ടും ഉത്സവമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അമ്മ വീട്ടിൽ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ.